അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സേമിയ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് സേമിയ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഈ സേമിയൊക്കെ ഒട്ടാതിരിക്കാനാണ് നെയ്യ് ചേർക്കുന്നത്. എന്നിട്ട് 1 കപ്പ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത സേമിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വേവുന്നത് വരെ ഒന്ന് തിളച്ചൊന്ന് വേവട്ടെ. ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. വെന്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിൽ ഒന്ന് അരിച്ച് മാറ്റാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. കപ്പലണ്ടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ ആ നെയ്യിൽ തന്നെ 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, 2 വറ്റൽമുളക്, 2 സവാളയാണ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തത്, 3 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, അതും ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇച്ചിരി ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഒന്ന് തട്ടി കൊടുക്കാം. കുറച്ച് തേങ്ങ കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. വറുത്ത് വച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. 2 സ്പൂൺ വെച്ച് മിക്സ് ആക്കിയാൽ നല്ല രീതിയിൽ മിക്സ് ആവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സേമിയ വെച്ച് ഉപ്പുമാവ് സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.